ഹായ് ഫ്രണ്ട്സ്, പൊന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിഷ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുരുമുളക് ഇട്ട് വെച്ച ഒരു ചിക്കൻ കറിയാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കുരുമുളക് ഇട്ട് വെക്കുന്നതിനായി ഞാനിവിടെ ചിക്കൻ, വലിയ ഉള്ളി, പച്ചമുളക്, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി ആവശ്യത്തിന്, 2 തരം ജീരകവും പൊടിച്ചത്, കുറച്ച് പട്ട, ഗ്രാമ്പു എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ച പട്ടയും ഗ്രാമ്പുവും ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂത്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിയ ശേഷം വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അടുത്തതായി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ജീരകവും പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം തന്നെ വേണമെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ പാകമായി വെന്ത് കഴിഞ്ഞു. ഞാൻ കുറച്ച് ഗ്രേവിയോടെയാണ് വാങ്ങുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ കുറച്ചുകൂടി വറ്റിക്കാവുന്നതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കുരുമുളക് ഇട്ട് വെച്ചത് റെഡിയായി. ഈ ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ്.